ഇവിടെ മൗഗ്ലി ഒരു വലിയ പല്ല് ആനയ്ക്ക് നൽകുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വേട്ടക്കാരുടെ ആക്രമണത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ പല്ല് തിരികെ കിട്ടിയാൽ ആനയ്ക്ക് വളരെയധികം സന്തോഷമായി. ഒരിക്കൽ മരണത്തിന്റെ മുഖത്തിൽ നിന്നും തന്നെ രക്ഷിച്ചതും ഈ ആന തന്നെയായിരുന്നു. അവിടെ നിന്നും മൗഗ്ലി നേരെ എത്തുന്നത് ചെന്നായ്ക്കളുടെ കൂട്ടത്തിലേക്കാണ്. അവിടെ എത്തി മൗഗ്ലി ചെന്നായ്ക്കളുടെ നേതാവുമായി പറയുകയാണ്, നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ഷേർഖാനെ വകവരുത്തണം, അല്ലാത്ത പക്ഷം ഈ കാട്ടിൽ ജീവിക്കുവാൻ സാധിക്കുന്നതല്ല. ഇത് കേട്ട് നേതാവ് പറയുകയാണ്, കാടിന്റെ നിയമം ഒരിക്കലും തെറ്റിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. എന്നാൽ മൗഗ്ലിയുടെ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. ഇത് മനസ്സിലാക്കിയ ബഗീര ഞാൻ മൗഗ്ലിയോടൊപ്പമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. എന്നാൽ വിഷമവും ദേഷ്യവും കാരണം ഈ യുദ്ധം ഞാൻ ഒറ്റയ്ക്ക് തന്നെ നേരിടുമെന്ന് പറഞ്ഞ് മൗഗ്ലി കാട്ടിലേക്ക് ഓടിക്കയറുന്നു. കാടിന്റെ നടുവിലെത്തിയ മൗഗ്ലി ഷേർഖാന്റെ പേരെടുത്ത് ഉച്ചത്തിൽ അലറി വിളിക്കുന്നു. ശബ്ദം കേട്ട് ഷേർഖാനും ആ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നു. എവിടെയാണ് നിന്റെ കൂട്ടാളികൾ? നീ എന്താണ് വിചാരിച്ചത്? ഞാൻ വെറും ഒരു ആട്ടിൻകുട്ടിയാണെന്നാണോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഷേർഖാൻ മൗഗ്ലിയുടെ നേർക്ക് പാഞ്ഞെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ മൗഗ്ലി കാടിന്റെ നാല് ദിക്കും കേൾക്കുമാർ ഉച്ചത്തിൽ കൂവുകയാണ്. ഈ സമയം കാടിനെ തന്നെ നടുക്കിക്കൊണ്ട് ആനക്കൂട്ടം അവിടേക്ക് പാഞ്ഞെടുക്കുന്നു. ആനക്കൂട്ടത്തിന് നടുവിലാകപ്പെട്ട് ഷേർഖാൻ അവിടെ നിന്ന് രക്ഷപ്പെടുക അസാധ്യമായിരുന്നു. ഷേർഖാന്റെ ഉച്ചത്തിലുള്ള അലർച്ച നാട്ടുകാരെ പോലും ഭയഭീതിയിലാഴ്ത്തി.